ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെല്ലാം ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടി കാണിക്കുന്ന സമയത്ത് നമുക്ക് ചോറിനൊക്കെ നല്ല തോരനാക്കിയിട്ട് വളരെ രുചികരമായിട്ട് ഇത് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ അതുപോലെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ക്യാരറ്റ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ക്യാരറ്റിലേക്ക് ചെറിയ ഇൻഗ്രീഡിയൻസൊക്കെ ചെറുതായിട്ടൊക്കെ ചേർത്ത് വളരെ രുചികരമായിട്ട് ഇത് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾ കഴിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കടായി ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ആദ്യം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളകും ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സവാള കനം കുറച്ചരിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്താൽ അത് നമുക്ക് അതുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഉള്ളിയെല്ലാം നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ചോപ്പറിലിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ ആ എണ്ണയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് വരും. ക്യാരറ്റ് വളരെ പൊടിയായിട്ടാണല്ലോ നമ്മൾ ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് അത് വേവിക്കാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ളൊരു അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ 1/4 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിന് പാകമായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിത് വലിയ എരിവില്ലാത്തതുകൊണ്ട് ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊരു പൾസ് ചെയ്തിട്ട് പെട്ടെന്ന് വല്ലാതെ അരിഞ്ഞു പോകണ്ട, ഒന്ന് തരിതരിപ്പായിട്ട് നമുക്കിതൊന്ന് പെട്ടെന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്ക് ക്യാരറ്റെല്ലാം വെന്തോ എന്ന് നോക്കാം. ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ തേങ്ങയുടെ ആ കൂട്ടും കൂടെ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തോരനിൽ കുറച്ച് തേങ്ങ നന്നായിട്ട് ഇടുന്നത് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂട്ടുമല്ലോ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് തേങ്ങയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ തേങ്ങയെല്ലാം ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്നും കൂടെ ഇങ്ങനെ ഇളക്കി തട്ടി പൊത്തിയിട്ട് നമുക്ക് മൂടി വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതിൽ ആ കുറച്ചുള്ള ജലാംശം കൂടെ ഒന്ന് നമുക്ക് ഡ്രൈ ആക്കിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കാണ്ട് ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 2-3 എത്ര വേണമെങ്കിലും കോഴിമുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ മുട്ടയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുട്ടികൾ കഴിക്കുന്നതാണെങ്കിൽ എരിവൊക്കെ കുറച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഉപ്പൊക്കെ ഇടുമ്പോൾ വളരെ സൂക്ഷിച്ചിടുക. നമ്മൾ തോരനിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കോഴിമുട്ടയിൽ ഇത് സ്ക്രാമ്പിൾഡ് എഗ്ഗാണല്ലോ, അതിലേക്ക് അധികം കോഴിമുട്ട വേണ്ട. എരിവും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ക്രമീകരിക്കുക. ഇത് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തോരൻ എന്തായി നോക്കാം. നല്ലപോലെ വെള്ളമെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു തോരൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഴിമുട്ടയുടെ ആ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടാക്കിയില്ല. അതുകൂടെ നമുക്ക് ഈ സമയത്ത് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ക്യാരറ്റിന് വേറെ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റും കൂടെ കിട്ടുന്നതാണ്. അതിങ്ങനെ ചെറിയതായിട്ട് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണം. ക്യാരറ്റിന് കൂടെ ഈ കോഴിമുട്ട സ്ക്രാമ്പിൾ ചെയ്തതും കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം കുട്ടികളെല്ലാം ചോദിച്ച് മേടിച്ച് കഴിക്കും ഈ തോരൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഒരിക്കലൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടും. കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.